ദൈവത്തിന് സ്തോത്രം. ഈ ഉയർപ്പിൻ്റെ പകൽവേളയിൽ പിതാവായ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വിളിക്കുവാൻ പിന്നെ ഒരു സാവകാശം ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും തന്നോർത്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ മണവാളനെ എതിരേൽക്കുന്നതിന് വേണ്ടി വിളക്കിൽ എണ്ണ ശേഖരിപ്പാൻ ദൈവം നമ്മളുടെ ജീവിതത്തിലെല്ലാം തരുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപം കരുതുവാൻ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ നാളുകളെ നാം മിസ്സാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. നിങ്ങളെല്ലാവരെയും ശ്രദ്ധ ഞാൻ ഒരു റേസ്, ഒരു ഓട്ടമത്സരം നടത്തുന്ന ഒരു വലിയ വിശാലമായ ഗ്രൗണ്ടിലേക്ക് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. അവിടെ അനേകം ഓടുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് നമുക്കറിയാമല്ലോ. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നില്ല. ഞാൻ ഒരിക്കലൊരു കൂട്ടായ്മയിൽ ഇങ്ങനെ ചോദിച്ചു, ഓട്ടക്കളത്തിൽ ആരാ ഓടുന്നത്? ഞാൻ അതിനെപ്പറ്റി വിമർശിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, എങ്കിലും ഒരു നമ്മുടെ ഗ്രാഹ്യത്തിന് വേണ്ടി പറയുക. ഓട്ടക്കളത്തിൽ ആരാ ഓടുന്നത്? കുറേ പേര് പറഞ്ഞു എല്ലാവരും ഓടുന്നു. കുറേ പേര് പറഞ്ഞു ഒരു പാട്ടുണ്ട്, അപ്പോൾ ആ പാട്ടിനെ ആസ്പദമാക്കി ആയിരിക്കും അവർ പറഞ്ഞു അനേകരോടുന്നു, എല്ലാവരും ഓടുന്നു എന്നൊക്കെ ആൻസർ പറഞ്ഞു. എന്നാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു. എല്ലാവരും ഓടുന്നതല്ല, ആരൊക്കെയാണോ ഓടുന്നത് അവരോടുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. അപ്പോൾ ഈ ഓട്ടക്കളത്തിൽ നിങ്ങൾ അവിടെ മനസ്സിൽ ചിന്ത കൊണ്ടെന്ന് ഞാൻ ധരിക്കുന്നു. അവിടെ റെഫറി ഉണ്ട്. ആ റെഫറിയുടെ കയ്യിലൊരു വിസിലുണ്ട്. ആ റെഫറി തൻ്റെ കയ്യിലുള്ള വിസിൽ നീട്ടി ഊതുമ്പം ഈ ഓട്ടമെല്ലാം അവസാനിക്കും. ചുരുങ്ങിയ സമയം കൊണ്ട് നാടൻ ഭാഷ പറഞ്ഞ് കളവെല്ലാം കാലിയാവും. ഈ ഗ്രൗണ്ട് കാലിയായി. ആ റെഫറി ആ വിസിൽ നീട്ടി ഊതാനുള്ള കാലം സമീപിച്ചു കഴിഞ്ഞു. നമ്മൾ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു. ഇതൊക്കെയും കാണുമ്പോൾ അല്ല, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിക്കുമ്പം നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ത്രീ അവൾ നോവ് കിട്ടി, വേദനപ്പെട്ടു, നിലവിളിച്ചു, ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ആൺകുട്ടി പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഈ ആൺകുട്ടിക്ക് വേദനയില്ല, പക്ഷേ സ്ത്രീക്ക് വേദനയുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ അടുത്ത വാക്യം കൂടെ: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിഭരിതനുമായ യേശുവിനെ നോക്കുക. ആകയാൽ നാമും, അതുകൊണ്ട് സോ ദാറ്റ്, അതുകൊണ്ട് നമ്മളും
സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹാബേൽ മുതൽ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദിനെ മുതൽ യോശുവ വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് എഴുതിയ ലേഖകൻ പറയുന്നു, നിങ്ങളിവരെ ആരെയും നോക്കണ്ട, ഇവരെല്ലാം ദൈവത്തിൻ്റെ സാക്ഷികളാണ്. എന്നാൽ നിങ്ങൾ നോക്കേണ്ടത് ദാവീദിനെയല്ല, അബ്രഹാമിനെയല്ല, ഇസാക്കിനെയല്ല, യോസേപ്പിനെയല്ല. ഇവരെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തരായി തീർന്ന സാക്ഷികളാണ്. പക്ഷെ നിങ്ങൾ ഒരുവനെ നോക്കണം, അത് യേശുവിനെയാണ്. ആ യേശുവിനെ നോക്കുക, ആ യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഓടുക. ഇവിടെ ആകയാൽ നാമും ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ആരോ, ഓടിക്കൊണ്ടിരിക്കുന്നവരാരോ, അവരുടെ ചുറ്റും കുറേ സാക്ഷികളുണ്ട്. ഹാബേൽ മുതൽ ആ സാക്ഷ്യം തുടങ്ങുന്നു. ഇവരെല്ലാം എന്താ ചെയ്തത്, അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്പമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി അല്പമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാബേൽ ഒന്നാമത്തെ രക്തസാക്ഷിയാണ്. ഒരു കുറ്റം ചെയ്തിരുന്നില്ല, ഒറ്റ കാര്യം ചെയ്തു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ചു എന്നത് മാത്രമാണ് ഹാബേലിൻ്റെ ജീവിതത്തിൽ കായിന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു കുറ്റം. ആ കുറ്റം കായിൻ പറയുന്നില്ല. എന്നാൽ ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തെ പ്രസാദമുള്ള യാഗം കഴിച്ചു. ഇത് കണ്ടപ്പോൾ കായിന് കോപമുണ്ടായി, അവനെ കൊന്നു കളഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ അബ്രഹാം, അക്ഷരീയ ഇസ്രായേലിനും യഹൂദനും ആത്മീയ ഇസ്രായേലിലേക്കും വിസ്മരിക്കാൻ കഴിയാത്ത ആത്മീയ പിതാവ് അബ്രഹാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു വാക്യം വായിക്കാം. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാക്കിനെ യാഗം അർപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ അത്ഭുതകരമായ കാര്യമായിട്ടൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതല്ല. പക്ഷേ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ട തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞായിരുന്നു, നിനക്ക് ആകാശ നക്ഷത്രം കാണിച്ചു കൊടുത്തു, ഭൂമിയിലെ പൊടി കാണിച്ചു കൊടുത്തു, കടൽക്കരയിലെ മണൽ കാണിച്ചു കൊടുത്തു, ഇതൊന്നും ആർക്കും എണ്ണാൻ പറ്റത്തില്ല. ഇങ്ങനെ ആർക്കും എണ്ണാൻ പറ്റാത്ത സന്തതി നിനക്കുണ്ടാവും. അത് ആരിൽ നിന്നുണ്ടാവും? ഇസ്മായിൽ നിന്നല്ല. ഇസ്മായിൽ നിന്ന് അങ്ങനെ സന്തതി ഉണ്ടാകാൻ പറ്റത്തില്ല. നിൻ്റെ ഭാര്യ സാറായിൽ നിന്ന് അല്ലെങ്കിൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഇസാക്കിൽ നിന്ന് ആണ് അത് സംഭവിക്കേണ്ടത്. ഇങ്ങനെ സങ്കല്പിക്കുക സഹോദരന്മാരെ, ഒരു ആപ്പിളിൽ എത്ര സീഡുണ്ട്, എത്ര വിത്തുണ്ടെന്ന് നമുക്ക് എണ്ണാം. ഒരാപ്പിളിൽ എത്ര സീഡുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും സമയം കിട്ടണം, നമുക്ക് എണ്ണാം, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഒരു സീഡിൽ എത്ര ആപ്പിളുണ്ടെന്ന് ആർക്കും എണ്ണാൻ പറ്റത്തില്ല, ഒരു സയൻസിനും അത് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഇസാക്കിൽ നിന്ന് ജനിക്കുന്ന സന്തതി ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത മഹാസംഭവമായിരിക്കും, ആർക്കും എണ്ണാൻ പറ്റത്തില്ല. അങ്ങനെ
പ്രോമിസാൽ അങ്ങനെ പ്രോമിസിനാൽ ലഭിക്കപ്പെട്ട ആ സീഡ്, ഇപ്പോൾ നമുക്കൊരു ആപ്പിളിൻ്റെ വിത്ത് കിട്ടിയെന്ന് വിചാരിക്കുക, ഇതുകൊണ്ട് കുഴിച്ചിട്ടു, ഭയങ്കര സംഭവമായിരിക്കും. ഇങ്ങനെ ആ സീഡ് ഈ തന്നോൻ തന്നെ തിരിച്ച് മേടിക്കുക. അപ്പോൾ പിന്നെ ഈ സന്തതി ജനിക്കുമോ? ആർക്കും എണ്ണിക്കൂടാൻ പറ്റാത്ത സന്തതി ജനിക്കുമോ? അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിൻ്റെ സന്തതിയാവും എന്ന വാഗ്ദത്തം. ആ ഇസാക്കിനെ തന്നെ ദൈവം മടക്കി ചോദിച്ചു. മടക്കി ചോദിക്കുമ്പം അബ്രഹാമിന് വേണം ദൈവത്തോടൊരു അഡ്വൈസ്, ഒരു ഉണർത്തിക്കൽ വേണം പറയായിരുന്നു. അല്ല, ഇപ്പോൾ ഈ ഇസാക്കിൽ നിന്നല്ലേ ഈ സന്തതി എല്ലാം ഉണ്ടാകട്ടെ, പിന്നെ ഇവനെ ഇപ്പോൾ യാഗം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അബ്രഹാം ചോദിച്ചില്ല. അതിൻ്റെ കാരണം നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലെ സ്തേഫാനോസിൻ്റെ പ്രസംഗം. സ്തേഫാനോസ് ഒറ്റ പ്രസംഗം നടത്തിയുള്ളൂ, രക്തസാക്ഷിയാണ്ടി വന്നു. ഇന്നും ആ ലോകത്തിന് മാറ്റമൊന്നും വന്നില്ല സഹോദരന്മാർ. ശരിയായിട്ട് പറയുകയാണെങ്കിൽ, ഉള്ള കാര്യം ഉള്ള പോലെ പറയുകയാണെങ്കിൽ അധികം പറയേണ്ടി വരത്തില്ല. ഒറ്റ പ്രസംഗം പ്രസംഗിച്ചുള്ളൂ. അതിൻ്റെ താഴെ വായിക്കുന്നത് ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്നാണ് കാണുന്നത്. സ്തേഫാനോസ് പറഞ്ഞു, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ മെസൊപ്പൊട്ടോമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. അബ്രഹാം ദൈവത്തെ കണ്ടായിരുന്നു. തേജോമനായ ദൈവത്തെ അബ്രഹാം കണ്ടു. എന്ന് മാത്രമല്ല, ഈ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ യഹോവ നാമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ യഹോവയാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അബ്രഹാം ദൈവത്തെ കണ്ടു, മനസ്സിലാക്കി. അവൻ തേജോമനായ ദൈവമാണെന്ന് മാത്രമല്ല, സർവശക്തിയുള്ള ദൈവമാണ്. ഈ സീഡ്, ഈ വിത്ത്, ഈ ഇസാക്ക് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദൈവം എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ ഈ ഇസാക്കിനെ യാഗമാക്കിയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. എന്ത് വാഗ്ദത്തം? ഈ ഇസാക്കിൽ ജനിക്കുന്നവൻ നിൻ്റെ സന്തതിയാകും. അതിനെ ആർക്കും എണ്ണിക്കൂടാൻ പറ്റത്തില്ല. ആർക്കും എണ്ണാൻ കഴിയാത്ത വിധത്തിൽ ആ വാഗ്ദത്തം മാറ്റിയിട്ടല്ല ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു താല്പര്യം, നമ്മൾ മുന്നോട്ട് വായിക്കുമ്പം എത്രയോ ദൈവത്തിൻ്റെ ഈ ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ കീഴ്പ്പെട്ട് ജീവിച്ച സാക്ഷികളായി തീർന്ന അനേകരുടെ കാര്യം പറയുന്നുണ്ട്. മോശ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ട് ഓടിപ്പോയി. സൗരസരമായി ഞാൻ ചോദിക്കട്ടെ, ഈ മോശ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ട് ഓടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ കാലം മുമ്പ്, സത്യം ഞാൻ നിങ്ങളോട് പറയാമല്ലോ, ഞാൻ ധരിച്ചിരുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ധരിച്ചത് ഈ മോശ ഓടിപ്പോകാൻ കാരണമുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ, മോശ എന്ത് ചെയ്തു? ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. ഇവൻ മിസ്രൈമിനാണ് കൊന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ പാകിസ്ഥാൻകാരൻ ഇപ്പോൾ അമേരിക്ക ചെന്ന അമേരിക്കാരനെ വെടിവെച്ച് കൊല്ലാമെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ പോലത്തെ സംഭവം നടന്നത്. അമേരിക്കാരൻ ഇവനെ വെറുതെ വിടുമോ? ഈ പാകിസ്ഥാൻകാരനെ വെറുതെ വിടുമോ? ഒരിക്കലും വിടത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഇവൻ ശരിക്കും ഇസ്രായേലിനാണെന്ന് ഈ ഞാങ്ങണപ്പെട്ടിയിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഫറവോൻ്റെ പുത്രിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു ഇസ്രായേലിലെ സ്ത്രീയെ ഇവനെ പാൽ കൊടുക്കാൻ വേണ്ടി കൂലിക്ക് നിയോഗിക്കേണ്ടി വന്ന അമ്മയെ തന്നെ. അപ്പോൾ ഈ ഇസ്രായേലിനായിരിക്കുന്ന ഈ മോശ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. ഇത് രാജാവ് അറിഞ്ഞു. കാരണം എല്ലാം ഇത് പരസ്യമായിപ്പോയി. അപ്പോൾ ഇത് പേടിച്ച മോശ ഓടിപ്പോയെന്ന എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധരിച്ചിരുന്നത്. സഹോദരന്മാരെ, ഞാൻ അത്രയും ഗ്രഹിച്ചിരുന്നുള്ളൂ.
പക്ഷേ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ പേടിച്ചോടി നല്ല എഴുതിയിരിക്കുന്നത്. രാജാവിൻ്റെ കോപം ഭയപ്പെട്ട് ഓടിപ്പോയി നല്ല എഴുതിയിരിക്കുന്നത്. രാജാവിൻ്റെ കോപം ഭയപ്പെട്ടില്ല. രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ട് പോയിന്നാണ്. രാജാവിൻ്റെ കോപം ഭയപ്പെട്ടിട്ടല്ല, രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ തന്നെ മിസ്രൈമിൽ നിന്ന് വിട്ടുപോയി. അതിൻ്റെ കാരണം എഴുതിയിട്ടുണ്ട്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയാൽ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ കാരണം. യേശു ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുന്നത് വലിയ ധനമാണ്. അത് ഈ ലോകത്തിലുള്ള യാതൊരു ധനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് വലിയ ധനമാണ്. ഇങ്ങനെയുള്ള അനേകർ നിൽക്കുന്നു. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ ഒന്ന് വായിക്കുമോ? അല്ല 11-ൻ്റെ 36 ഞാൻ വായിക്കുന്നു. 35 മുതൽ വായിക്കുന്നു. സ്ത്രീകൾക്ക് തങ്ങൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ, ഇത് 3-4 കാറ്റഗറിയിൽ ഉണ്ട്. ഈ ആളുകൾ, ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ 3-4 തരം തിരിച്ച് എഴുതിയിട്ടുണ്ട്. അത് ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് ഗ്രഹിക്കാം. എന്നാൽ അതിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി, മറ്റു ചിലർ, ഈ മോളിൽ പറഞ്ഞിരിക്കുന്നവരല്ല, മറ്റു ചിലർ അങ്ങനെ എഴുതിയിരിക്കുന്നു. ഭേദ്യം. മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. എന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിൽ പറയും, എന്താ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകും ചിലപ്പം. ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വിടുതൽ എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. ഉദ്ധാരണം. എനിക്ക് ഭേദ്യമേൽക്കുക എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കപ്പെടുക. എനിക്ക് ഭേദ്യമേൽക്കാതെ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടാതെ രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. ആരും കാണാതെ ഊളിയിട്ട് തടി തപ്പാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാനെന്ത് ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. എന്താ കാരണം? എനിക്ക് അടിയുള്ള ആളെ കൊതി കൊണ്ടല്ല, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും പൊസിഷനിൽ ഞാൻ എത്തും എന്നുള്ളത് കൊണ്ടുമല്ല, എൻ്റെ പേര് നാളെ മനോരമയിൽ വരുമെന്നുള്ളത് കൊണ്ടല്ല. ഒരു കാര്യം മാത്രം, ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണം. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ്. സഹോദരീസഹോദരന്മാരെ, വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഉയർപ്പിൻ്റെ ഒരു നിരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ സൂക്ഷ്മതയോടെ ഗ്രഹിച്ചാൽ അവിടെയും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 20-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ച സമയക്കുറവുണ്ട്, എന്നാലും നമുക്കൊരു ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പോലെ ആരെയും വായിക്കാൻ പറ്റുമോ? ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഇനി നിർത്തി വായിക്കണം. വെറുതെ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. നമ്മളെന്താ മുമ്പേ ഇബ്രാഹിത്തിൽ വായിച്ചേ? അവരെന്താ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം വെക്കാൻ കാരണം എന്താ? ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം, പ്രാപിക്കണം. സഹോദരന്മാരെ, നമ്മൾ തെറ്റായി ധരിക്കരുത്. ഈ ലോകത്തിൽ അർദ്ധ മനസ്സോടെ ദൈവത്തെ, യേശുവിനെ പിൻപറ്റുകയും
നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഭായത്തിനൊക്കെ പോവുകയും സഭായത്തിന് പോയിരുന്ന് ഉറങ്ങുകയും അങ്ങനെ കുറേ അങ്ങനെ ഒരു ലേസി ക്രിസ്ത്യൻ ലൈഫ് ചെയ്യുന്ന ആളുകളും, അതല്ല ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവതരമായി ഈ ഒരു കാര്യം മാത്രമായിട്ട് പരിഗണിച്ച് യേശുവിനെ പിൻപറ്റുന്നവർക്കും ഇതെല്ലാവർക്കും ഒരേ പ്രതിഫലമാണ് ദൈവരാജ്യത്തിൽ നിത്യതയിൽ കിട്ടുന്നതെന്ന് നാം തെറ്റായി ധരിക്കരുത്. അങ്ങനല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും നല്ല ഓരോരുത്തരും ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്നിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വെളിപ്പാട് വായിച്ചത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിലധികം പുനരുദ്ധാനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയേണ്ട കാരണം. അല്ലെങ്കിൽ പുനരുദ്ധാനം എന്ന് മാത്രം കോമൺ ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. എന്നിട്ട് പറഞ്ഞത്, അവർ എഴുതിയിരിക്കുന്നത് അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുന്ന എന്ന് വെച്ചാൽ ഒരു 1000 ആണ്ട് വാഴ്ച എന്നൊക്കെ നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. 1000 ആണ്ട് വാഴ്ച, ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന, വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്ന 6 ദിവസം കഴിച്ച് 7ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു എന്നുള്ള ആ 7ാമത്തെ ദിവസമാണ് ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. 7ാമത്തെ ദിവസമാണ്. അന്ന് സാത്താനെ ബന്ധിച്ച് ചങ്ങലയിട്ട് അഗാധത്തിൽ അടച്ച് 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ സീൽ ചെയ്ത് മുദ്രയിട്ടിരിക്കുകയാണ്. അന്നാണ് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുന്നത്. അന്നാണ് കുഞ്ഞുങ്ങൾ അണയുടെ പൊത്തിൽ കൈയിടുന്നത്. യാതൊരു ശാപമില്ല. അങ്ങനെ ഒരു 1000 വർഷം ഇവിടെ ഒരു ഭരണമുണ്ട്. അന്ന് എന്താ വായിച്ചത്? ഈ ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റവരെന്ത് ചെയ്തു? അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ച, അതിനുശേഷം നിത്യതയുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ എനിക്ക് പങ്കാളിയായി തീരണം എന്ന് താല്പര്യമുള്ള ആളുകൾ, ഞാൻ വിളിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അതാണ് നമ്മുടെ വാഞ്ചയെങ്കിൽ കർത്താവിനോട് കൂടെ എനിക്കൊരു വാഴ്ചയുണ്ട് 1000 വർഷം. അത് മാത്രമല്ല, അതിനുശേഷം നിത്യതയും. അപ്പോൾ ഇത് നമ്മുടെ താല്പര്യമാണെങ്കിൽ നമ്മൾ ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏൽക്കുന്നവർ ആയിരിക്കണം. കാരണം എന്താ ഇബ്രാഹിത്തിൽ പറഞ്ഞിട്ട്, സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. എങ്ങനത്തെ സമൂഹം? ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നാം നിത്യത ചെല്ലുമ്പോൾ ഒരു ഭാവന നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഉദാഹരണം കൈക്കൊള്ളാതെ ഈ ലോകത്തിൽ ഭേദ്യമേറ്റ ഒരുവൻ നമ്മളോട് ചോദിക്കുകയാണ്, സഹോദര, നീ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചു, എന്ത് ചെയ്തു? നമുക്കെന്താ സഹോദരന്മാരെ പറയാനുള്ളത്? യേശു ക്രിസ്തു നിമിത്തം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന എന്തിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്? ഒന്നിനെക്കുറിച്ചും പറയാനില്ലെങ്കിൽ ആ സാക്ഷിയുടെ മുമ്പിൽ നമ്മൾ ആനമതിനായി നിൽക്കേണ്ടി വരുമെന്നുള്ള സത്യമല്ലേ? ഉദാഹരണം കൈക്കൊള്ളാൻ ഭേദ്യമേറ്റു. അതുകൊണ്ടാണ് പൗലോസ് ഈ എബ്രായലേഖനം പൗലോസ് എഴുതിയെന്നുള്ള ധാരണയല്ല ഞാൻ പൗലോസിന് പറഞ്ഞത്. എൻ്റെ ധാരണ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 12-ാം അധ്യായത്തിൽ പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഞാനൊരു സത്യം പറയാം, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്ക് താങ്ങാൻ വയ്യാത്ത പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉള്ളവർ തന്നെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തൊന്നും പറയാറില്ല. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉമിത്തി പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. എല്ലാം പ്രശ്നങ്ങളുള്ളവരാണ്, എല്ലാവരും പ്രശ്നങ്ങളുള്ളവരാണ്. പിന്നെ അന്തോട് സുഖമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഷെയ്ക്കാൻ കൊടുത്തു അങ്ങനെ പിരിയുന്നു. പക്ഷേ ഉള്ളിലുള്ള വേദനകളൊന്നും അങ്ങനെ ആരോടും പുറത്ത് പറയാറില്ല. ഇവർ അങ്ങനെ ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ ഇവരുടെ മുമ്പിൽ
നമ്മൾ എന്ത് പറയും? നമുക്കൊന്നും പറയാനില്ലെങ്കിൽ നമ്മുടെ പ്രതിഫലത്തിന് കാര്യമായ കോട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നു, ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ വേറെ ചിലർ ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യം, വേറെ ചിലർ പരിഹാസം. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ പരിഹാസം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഈസിയായിട്ടങ്ങ് വായിച്ച് തള്ളേണ്ടിയ കാര്യമല്ല. നമ്മുടെ മുഖത്ത് നോക്കി ഒരു പരിഹസിക്കുക. വേറെ ചില പരിഹാസം, ചമ്മട്ടി, പിന്നെ ചങ്ങല, തടവ്, ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു. ഈ പരീക്ഷയും പരിശോധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. പരീക്ഷയും പരിശോധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു രോഗി ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ രോഗിയെ പരിശോധിക്കുക, പരീക്ഷിക്കുന്നില്ല. കാരണം ഇവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലാകാൻ വേണ്ടി ഡോക്ടർ പരിശോധിക്കും. പരീക്ഷ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പം എൻ്റെ പ്രശ്നം എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന വിഷയങ്ങളുണ്ട്. ഞാൻ അതിൽ എന്തായിത്തീരും എന്നുള്ളതിന് ഇപ്പം മരുഭൂമിയിൽ കിടന്ന ഇസ്രായേൽ ജനം, അവരെക്കുറിച്ച് എഴുതി 40 ആണ്ട് ദൈവം അവരെ പരീക്ഷിച്ചെന്ന് എഴുതി. പരിശോധിച്ചു എന്നല്ല, പരീക്ഷിച്ചു. എന്തിനാണ് പരീക്ഷിച്ചത്? അവരുടെ ഹൃദയത്തിലുള്ള എന്താണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പരീക്ഷിച്ചത്. ഇപ്പം പരിശോധന എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? 36-ന്റെ ലാസ്റ്റ്, പരീക്ഷ അനുഭവിച്ചു. പരീക്ഷ അനുഭവിക്കുക. ആ കേൾക്കുമല്ല, കാണുമല്ല, പരീക്ഷ അനുഭവിക്കുക. പരീക്ഷ അനുഭവിച്ചു. 37-ാമത്തെ വാക്യോ, കല്ലേറേറ്റു. ഇവിടേക്ക് നമ്മളാരും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായി എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? പരിഹാസം. എന്തിൻ്റെ പരിഹാസം? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട്, യേശുവിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇവിടേക്ക് ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും? ചിലപ്പോൾ പറയാം പെന്തിക്കോസുകാരൻ, അങ്ങനെ അതൊക്കെ. പക്ഷെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല സഹോദരന്മാർ, അതൊന്നുമല്ല. പരിഹാസത്തിൻ്റെ നമ്പർ 1 എക്സാമ്പിൾ യേശു ക്രിസ്തുവാണ്. അവനെ പരിഹസിച്ചു. ആരെയാ പരിഹസിക്കുന്നത്? ആരാ ഈ പരിഹസിക്കപ്പെടുന്നത്? ഇവൻ്റെ സൃഷ്ടാവും ഈ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അവനെ മനുഷ്യൻ പരിഹസിക്കുക, മുഖത്ത് തുപ്പുക. വെറുതെ അല്ല, കാർക്കിച്ച് തുപ്പുക മുഖത്ത്. തലയിൽ മുൾക്കിരീടം വെച്ചിട്ട് പറയുക, രാജാവേ ജയ ജയ. പരിഹസിക്കുക. രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ ഹന്നാവിൻ്റെ വീട്ടിലേക്ക് മാറി നടത്തി. അന്നത്തെ പുരോഹിതനല്ലായിരുന്നു, മഹാപുരോഹിതനല്ലായിരുന്നു. എന്നിട്ടും ഇവിടുന്ന് റിട്ടയർ ആയപ്പോൾ DYSPയുടെ മുമ്പിലേക്ക് ഇവിടുന്ന് പിടിച്ചൊരു കള്ളനെ കൊണ്ട് ഹാജരാക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ ചെന്നപ്പോൾ അയാളൊരു കയ്യിൽ ബനിയൊക്കെ ഇട്ട് അയാളുടെ പറമ്പിൽ പണിയായിരിക്കും. അതെന്നാ ഇന്നടുത്ത് ഇന്നാരാ? എന്തിനാ പരിഹസിക്കാൻ വേണ്ടി? നീ പണ്ട് ഞാൻ മഹാപുരോഹിതനായപ്പോഴല്ലേ വാണിഭക്കാരുടെ മേശയൊക്കെ മറിച്ചിട്ട് ആടുകളെ പ്രാവൽ വിൽക്കുന്നവരൊക്കെ ഓടിച്ചത്? ഇപ്പോൾ എങ്ങനെ ഉണ്ടടാ എന്നുള്ളതാണ് പരിഹസിച്ചത്. പരിഹാസം. എന്നിട്ടോ പരിഹാസം മാത്രമല്ല, പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ച വളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ഇനി ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചു. ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും തോല് ഡ്രൈ ആക്കും, ഉണക്കും. അല്ല, പച്ചയ്ക്ക് മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ പൊതിയും, വെയിലത്തിട്ട് ഉണക്കും. ഇതിങ്ങനെ ഡ്രൈ ആകും. തോല് ഡ്രൈ ആകുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ അസ്ഥികൾ ഇങ്ങനെ ഒടിയാൻ തുടങ്ങും, ചുരുങ്ങാൻ തുടങ്ങും. ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചു. എന്നിട്ടോ തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു.
ഞാൻ ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട്. ഇവിടേക്ക് നമ്മളും. പക്ഷേ നമ്മളൊക്കെ ഈ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സഹോദരൻ മുമ്പ് ഓർപ്പിച്ച പോലെ ഈ ബുദ്ധിമുട്ട് മാറിപ്പോകാനും അല്ലെങ്കിൽ മറ്റ് മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവരെന്താ ചെയ്തേ? ഇവരങ്ങനെ ദൈവത്തോട് പറഞ്ഞതെന്നല്ല പറയുന്നത്. ഇവരിത് സഹിച്ചു. എങ്ങനെ സഹിച്ചേ? എന്തുകൊണ്ടാണ് സഹിച്ചേ? സഹിച്ചതിന് കാരണമുണ്ട്. എനിക്കിതൊന്നും അല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഏറ്റവും നല്ലൊരു പുനരുദ്ധാനം എനിക്ക് കിട്ടണം. പൗലോസ് അതല്ലേ പറയും, ഇങ്ങനെ വല്ല വിധേന നമ്മുടെ സഹോദരൻ ഓർപ്പിച്ചല്ലോ, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം എനിക്ക് പ്രാപിക്കണം. ആ പുനരുദ്ധാനം ആയിരിക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കൃത്യ പ്രത്യാശ. അല്ലാതെ ഈ ലോകത്തിലുള്ള ഈ ലോകത്തിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ എല്ലാം അനുകൂലമായി തരാനുള്ള ഒരു ഒറ്റമൂലിയായിട്ട് യേശുവിനെ കണ്ടെത്തുന്നവരാണ് ഇന്ന് അനേകർ ക്രിസ്തീയ കോണത്തിലുള്ളത്. അങ്ങനല്ല ദൈവത്തിന്, അങ്ങനല്ല സഹോദരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തന്നെയല്ല, ദൈവം അതിനുവേണ്ടി അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ എന്തെങ്കിലും തരാനോ എന്തെങ്കിലും നേടാനോ ഒന്നുമല്ല. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പം തന്നെ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ട്രയൽ റണ്ണിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കേട്ടോ, ഇതുകൊണ്ട് തീർന്നില്ല. കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. എഴുതിയിരിക്കുന്നു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലൻ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, ഈ ലോകം നമ്മളെ പകയ്ക്കുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടരുത്. ഈ ലോകം നമ്മളെ പകയ്ക്കുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടരുത്. അയ്യോ എന്നാ എനിക്കിങ്ങനെയെന്ന് ചോദിക്കരുത്. നിനക്കങ്ങനെ എന്നാന്നതിൻ്റെ കാരണം നീ മരണം വിട്ട് ജീവനിൽ കടന്നവനാ. അതുകൊണ്ട് ലോകത്തിന് നിന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ലോകം നിന്നെ പയക്കുന്നുവെങ്കിൽ, ലോകം നമ്മളെ പയക്കുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് അതിനാൽ അറിയാമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ച് മനസ്സിലാക്കാം. ഞാൻ മരണത്തിലാണോ ജീവനിലാണോ വസിക്കുന്നത്? ഞാൻ മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? എൻ്റെ നമ്പർ 1 എക്സാമ്പിൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, സഹോദരന്മാർ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ലോകം നിങ്ങളെ പായിക്കുന്നെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടരുത്. ഈ ലോകം നമ്മളെ പായിക്കുന്നുണ്ടോ? നാം യേശുവിനെ പിൻപറ്റാൻ ശ്രമിച്ചതുകൊണ്ട് ലോകം നമ്മളെ പകച്ചിട്ടുണ്ടോ, പായിക്കുന്നുണ്ടോ? ഇല്ല. എനിക്കൊരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല എങ്കിൽ ഞാൻ ന്യായമായി സംശയിക്കുക, ഞാൻ മരണത്തിലാണോ അതോ മരണം വിട്ട് ജീവനിൽ പ്രവേശിച്ചിട്ടുണ്ടോ? മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെങ്കിൽ ഈ ലോകം നമ്മളെ പകയ്ക്കും. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പക്ഷെ അവരുടെ തീരുമാനം ഇതായിരുന്നു, ലോകം എനിക്ക് അനുകൂലമായി വേണ്ട, ഈ ലോകത്തിൽ എനിക്കൊന്നും വേണ്ട. ഈ ലോകത്തിൽ ഈ പറഞ്ഞിരിക്കുന്നവർ എബ്രായ ക്രിസ്ത്യാനികളോട് ഇത് പറഞ്ഞിരിക്കുന്ന ഇവരൊന്നും മോശക്കാരല്ല. മുമ്പേ സഹോദരൻ ഓർപ്പിച്ച പോലെ അപ്പോസ്തലൻ പൗലോസിൻ്റെ കാര്യത്തെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് ഓർപ്പിച്ച പോലെ ഇവരാരും മോശക്കാരൊന്നുമല്ല. ഇവർ ബുദ്ധിമുട്ടി സഹിക്കേണ്ടി വന്നവർ മോശക്കാരല്ല. ഒന്നുമില്ലാത്ത വെറും പട്ടിണിപ്പാവങ്ങളല്ലായിരുന്നു. അല്ലാന്നൊരു തെളിവ് ഈ എബ്രായനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു സമ്പത്തിൻ്റെ അപകാരം ഇവരെക്കുറിച്ച്, എബ്രായ ക്രിസ്ത്യാനികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. ഈ ലോകത്തിൽ ഉള്ള സമ്പത്തിനെ മാത്രമേ അപകരിക്കാൻ കഴിയത്തുള്ളൂ. സ്വർഗത്തിൽ ഉത്തമമായി നിലനിൽക്കുന്നതുമായ സമ്പത്തുണ്ട്. ആ സമ്പത്ത് അപകരിക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ താല്പര്യം, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ ഇതായിത്തീരട്ടെ. ഈ ലോകത്തിൽ അന്യരാണ്, പരദേശികളാണ്. ഇവിടെ ബുദ്ധിമുട്ട്, ഞെരുക്കം, തടവ്, കല്ലേറ്, നിന്ന, പരിഹാസം ഇതെല്ലാം ഉണ്ടാകാം. അതിനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെ ഉണ്ടാകുമ്പം അപ്പോസ്തലൻ പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു.